പ്രസ്താവ്യമേ തിരുനാമം ക്രിസ്തു നിത്താനൻ വിശ്രാമം. പ്രസ്താവ്യമേ തിരുനാമം ക്രിസ്തു നിത്താനൻ വിശ്രാമം. മഹിമയഴും പരമേശ മഹിമേശു മഹേശ. മഹിമയഴും പരമേശ മഹിമേശു മഹേശ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ സേവിക്കുന്ന ഏവർക്കും പേരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായിട്ട് തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 53:6. സിയോനിൽ നിന്നും ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഇവിടെ നാം വായിച്ചത് ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ. ആമേൻ, സ്തോത്രം. മനുഷ്യന്റെ ഈ ഭൂമിയിലുള്ള അവന്റെ ശ്രമഫലമായി അവന്റെ ബുദ്ധി കൊണ്ട് ജ്ഞാനം കൊണ്ടും അവന്റെ പരിശ്രമം കൊണ്ട് കഴിവുകൊണ്ട് പലതും നേടുവാൻ സാധിക്കും. അവന്റെ ജീവിത സാഹചര്യം മാറ്റിമറിക്കുവാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ ഭൂമിയിലുള്ളതാണ്, ഇതൊക്കെ നശ്വരമാണ്, ഇതൊക്കെ നിലനിൽക്കുന്നതല്ല. എന്നാൽ നിലനിൽക്കുന്ന നിത്യസമാധാനവും നിത്യസന്തോഷവും നിത്യാനുഭവങ്ങളും നമ്മൾ ലഭിക്കണമെങ്കിൽ അത് ദൈവം പ്രവർത്തിച്ചേ പറ്റൂ. ദൈവസന്നിധി നമ്മളെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും. 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്നാൽ ഭൂമിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവം നോക്കുമ്പോൾ ദൈവസന്നിധി വിശ്വസ്തയോടും ദൈവസന്നിധി പരമാർത്ഥ ഹൃദയത്തോടും നിൽക്കുന്ന ഓരോ ദൈവവൈതലിനെയും അനുഗ്രഹിപ്പാൻ ദൈവം മതിയായ ദൈവമാണ്. ആമേൻ, സ്തോത്രം. ആ ദൈവസന്നിധിയെ നമ്മളെ ഏൽപ്പിക്കാം. യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നാം, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. വിശ്വാസത്തിന്റെ കഷ്ടതയിലൂടെ കഠിന ശോധനയിലൂടെ കടന്നുപോയ യോബിന്റെ ജീവിതത്തിൽ ആമേൻ, സ്തോത്രം, അവന്റെ പൂർവ്വസ്ഥിതിയേക്കാൾ അവന്റെ പഴയ സ്ഥിതിയേക്കാൾ അത്യന്തം അനുഗ്രഹമായ ഒരു നല്ല സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി നാം കാണപ്പെടുവാൻ സാധിക്കും. യോബിന്റെ പുസ്തകം 42:12 നമ്മൾ വായിക്കുന്നു, യഹോവ യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. ആമേ, വിശ്വാസത്തോടെ ദൈവത്തിലുള്ള പ്രത്യാശയോടെ ജീവിച്ച യോബിന്റെ ജീവിതത്തിൽ ആമേ, തള്ളിക്കളയാത്ത ദൈവം, വിടുവിക്കുന്ന ദൈവം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായി ഈ ഭൂമിയിലും സ്വർഗത്തിലും ലഭിക്കുവാൻ ഇടയായി തീർന്നതായി നാം വായിക്കുന്നു. ആമേ, സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 22-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നതിന് സകലവും കഴിയുമെന്ന് കർത്താവ് തൻ്റെ അടുത്ത് തൻ്റെ കുഞ്ഞുമായിട്ട് രോഗിയായ തൻ്റെ പൈതലുമായി കടന്നു വന്ന ആ മനുഷ്യനോട് കർത്താവ് സംസാരിക്കുന്ന കാണുവാൻ സാധിക്കും. ശിഷ്യന്മാരുടെ അടുത്ത് എന്നിട്ട് അവർക്ക് തൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ലെന്ന് കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയുന്നു, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ ഈ കുഞ്ഞിനെ സൗഖ്യമാക്കിയാട്ടെ. അപ്പോൾ കർത്താവ് പറയുന്നു, നിന്നാൽ വല്ലതും കഴിയുമെന്നോ, ദൈവത്താൽ സകലതും സാധിക്കും, പക്ഷെ നാം വിശ്വസിച്ചാൽ മതി. ഇന്ന് വിശ്വാസത്തോടെ ദൈവസന്നിധി നമ്മളെ ഏൽപ്പിച്ചു നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റുവാൻ, നമ്മുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇന്ന് കാണുവാൻ ദൈവം കർത്താവ് സഹായിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയുടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം വചനം കേട്ട നിന്റെ ജനതയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സ്ഥിതി കർത്താവേ സ്തോത്രം, പൂർവ്വസ്ഥിതി ആമേ എങ്ങനെയായിരുന്നാലും കർത്താവെ തിരുസന്നിധി സമർപ്പിക്കുന്ന കർത്താവെ, അന്ത്യസ്ഥിതി അതിമഹത്തായി തീരുവാൻ, അവർ ആമേ ജീവിതം അനുഗ്രഹമായി തീരുവാൻ, നന്മയായി തീരുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ടെ. യേശു കർത്താവിനെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.